ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അത് പഞ്ചസാരയൊന്നും ചേർക്കാണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പഞ്ചസാര ചേർക്കാതെ തന്നെ അത്യാവശ്യം മധുരത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് ഇത് ഷുഗർ പേഷ്യൻറ്റിനും കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഹെൽത്തി വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് റാഗിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മധുരം താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചൂടുവെള്ളത്തിന് പകരം ശർക്കര പാനി ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മൂടി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാം. ഇപ്പം ഇതിവിടെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈന്തപ്പഴമാണ്. അപ്പോൾ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം എടുക്കുമ്പോൾ ഡ്രൈ ആയ ഈന്തപ്പഴമാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കാം. ഇനി ഇതിൻ്റെ കുരെല്ലാം കളഞ്ഞ് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മളിവിടെ റാഗിപ്പൊടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പകുതി പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തവണയായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ കുറുക്കി വെച്ചിട്ടുള്ള ഈ റാഗിപ്പൊടിയാണ്. അതും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈന്തപ്പഴമാണ്. അപ്പോൾ അതും പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ വെള്ളത്തിൽ ഈസ്റ്റ് കലക്കിയതാണ്. അപ്പോൾ ഇത് ഇല്ലാത്തവർ ഈസ്റ്റ് മാത്രം ചേർത്താൽ മതി. തേങ്ങ വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ലേശം വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒരു ലേശം ഉപ്പും ഒരു 4-5 ഏലക്കായയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കാം. ഇതിൽ വെള്ളം അധികം ചേർക്കാത്ത കാരണം നല്ല കട്ടിയിലാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുണ്ടായിരുന്ന പൊടിയും തേങ്ങയും ഈന്തപ്പഴം എല്ലാം ഇട്ട് ഇതേപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം വളരെ കുറച്ച് ചേർത്തിട്ട് വേണം എപ്പോഴും അരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് വെള്ളം കൂടി പോവും. ഈന്തപ്പഴം കുതിർത്ത വെള്ളമാണ് ഇതിൽ ഞാൻ ചേർത്തത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇവിടെ എല്ലാതും അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. മധുരം ഒട്ടും ചേർക്കാത്തവർക്ക് ഇതിൽ ലേശം വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലേശം ശർക്കര നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശർക്കര പാനി ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വട്ടയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ ഈ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. ഇത് നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പച്ചെമ്പിൽ ആവിയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവി വന്നിട്ടുള്ള അപ്പച്ചെമ്പിലേക്ക് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബദാമിൻ്റെ ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് 20 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഇത് ഇനി അപ്പച്ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. വേഗം ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മാവ് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കോരി ഒഴിച്ച് ഇതും ഇതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട്
20 മിനിറ്റ് എന്നുള്ളത് 30 മിനിറ്റ് ആക്കിയിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് പ്ലേറ്റിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാം. വെളിച്ചെണ്ണ പറ്റിയിട്ടാണ് നമ്മളിതിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഈ വട്ടയപ്പം ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ് ഈ വട്ടയപ്പം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.